ഇവിടെ ആകുമ്പോൾ നമ്മുടെ ബ്രിക്കിന്റെ തിക്നെസ് ശരിക്കും കാണാട്ടോ 4 ഇഞ്ചാണ്. നോക്കുകയാണെങ്കിൽ ഒരു എൽ ഷേപ്പിലാണ് വന്നിട്ടുള്ളത്. മൊത്തം ഇതിന്റെ മുകളിൽ ഒരു വാർക്കലോ അല്ലെങ്കിൽ അതിന്റെ മുകളിലേക്ക് നമസ്കാരം. ഇന്നിപ്പോ ഞാൻ നിൽക്കുന്നത് പടവരാട് കുട്ടനെല്ലൂർ റോഡിലാണ് കേട്ടോ. ഈ കാണുന്നത് വരാൻ പോകുന്ന ഒരു കഫേയാണ്, ഒരു ഫുഡ് കോർട്ട് കം കഫേ സെറ്റപ്പാണ് ഇവിടെ പണി നടന്ന് പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മളുടെ റെനാകോണിന്റെ AAC ബ്ലോക്സ് ആണ് ഇവിടെ യൂസ് ചെയ്തിട്ടുള്ളത്. കംപ്ലീറ്റ്ലി സ്ട്രക്ചറിലാണ്, സ്റ്റീൽ സ്ട്രക്ചറിൽ റൂഫൊക്കെ ചെയ്തിട്ട് ഫില്ലിങ്ങിനായിട്ടാണ് നമ്മളുടെ ബ്ലോക്സ് ഉപയോഗിച്ചിട്ടുള്ളത്. അപ്പോൾ പണി നടന്നുകൊണ്ടിരിക്കുകയാണ്, സ്ട്രക്ചർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമുക്കപ്പോൾ നോക്കാം. ഇവിടെ നമ്മുടെ ബ്രിക്സ് ഇരിക്കുന്നുണ്ട് കേട്ടോ. 4 ഇഞ്ച് കനത്തിലുള്ള ബ്രിക്സ് ആണ് ഇവിടെ ഉപയോഗിച്ചിട്ടുള്ളത്. നമ്മുടെ AAC ബ്ലോക്സിന്റെ സ്റ്റാൻഡേർഡ് സൈസ് എന്ന് പറയുമ്പോൾ 24 ഇഞ്ച് നീളം വരും, 8 ഇഞ്ച് ഹൈറ്റ് വരും. ഇങ്ങനെയാണ് വരിക. പിന്നെ 4 ഇഞ്ച് തിക്നെസ് ഇങ്ങനെ വരും. 24, 8, 4 അതാണ് ഇവിടെ ഉപയോഗിച്ചിട്ടുള്ള സൈസ്. ഇപ്പം ഇതുമ്മ ഈ ഫ്രെയിം ചെയ്യാനായിട്ടുള്ള ഈ പൈപ്പ്, ഈ ഇരുമ്പിന്റെ പൈപ്പിനും ആ സെയിം 4 ഇഞ്ച് തന്നെയാണ് വിട്ട് വരണേ. അപ്പം ഇവിടെ ചുമരുകൾക്കായിട്ട് ആ ഒരു സെയിം തിക്നെസ് തന്നെ കണ്ടിന്യൂ ആവാൻ വേണ്ടിയിട്ട് അങ്ങനത്തെ ബ്രിക്സ് ആണ് ഇവിടെ യൂസ് ചെയ്തിട്ടുള്ളത്. ഇവിടെ മൊത്തത്തിൽ ഹൈറ്റ് ഒരു 12 അടിയോളം വന്നിട്ടുണ്ട്. അപ്പം അതുകൊണ്ട് തന്നെ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ബെൽറ്റ് ഇട്ട് പോയിട്ടുണ്ട്. ഇപ്പോൾ ഒരു 4 അടിയിൽ ഒരു ബെൽറ്റ് ഇട്ടിട്ടുണ്ട്. അതുപോലെ അത് കഴിഞ്ഞിട്ട് ഒരു ലിൻഡൽ ഹൈറ്റിലൊരു കോൺക്രീറ്റിംഗ് പോയിട്ടുണ്ട്. പിന്നെ ടോപ്പിൽ അങ്ങനെയാണ് ഇത് ഇത്രയും ഹൈറ്റിൽ പൊന്തിച്ചിട്ടുള്ളത്. 4 ഇഞ്ച് കട്ട വെച്ചിട്ട് തന്നെയാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതാ ഇവിടെ ആകുമ്പോൾ നമ്മുടെ ബ്രിക്കിന്റെ തിക്നെസ് ശരിക്കും കാണാട്ടോ, 4 ഇഞ്ചാണ് വരുന്നത്. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ കട്ടേമ എല്ലാ കട്ടേമയും ബ്രാൻഡ് നെയിം എഴുതിയിട്ടുണ്ടാവും. പിന്നെ ISIയുടെ മാർക്ക് ഉണ്ടായിരിക്കും. പിന്നെ ഇത് ഗ്രേഡ് 1 ബ്രിക്കാണ്. അപ്പോൾ അതിൻ്റെ ഗ്രേഡ് ഏതാണെന്ന് എഴുതിയിട്ടുണ്ടാവും, ഡെൻസിറ്റി ഉണ്ടാവും, പിന്നെ മാനുഫാക്ചറിങ് ഡേറ്റ് ഉണ്ടായിരിക്കും. ഇത് നമ്മളുടെ ഏത് കട്ടയാണെങ്കിലും ഏത് സൈസ് ആണെങ്കിലും എല്ലാ പീസും നമ്മളുടെ ബ്രാൻഡിൻ്റെ എല്ലാ ലോഗോ എല്ലാ കാര്യങ്ങളും ഉണ്ടായിരിക്കും. ഇത് എടുത്ത് പറയണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് AAC ബ്ലോക്സ് ഒരുപാട് ബ്രാൻഡ്സിൽ അവൈലബിൾ ആണ്. നമുക്കൊരു പ്രീമിയം ക്വാളിറ്റിയിൽ ഏറ്റവും നല്ല ക്വാളിറ്റിയിൽ AAC ബ്ലോക്സ് ഉണ്ടാക്കുന്ന ബ്രാൻഡാണ് റെനാകോൺ. അപ്പം അതുകൊണ്ടാണ് ഇതിവിടെ മൊത്തം പണിതിട്ടുള്ളത്. ഓക്കെ, ഇവിടെ പ്ലംബിങ്ങിന്റെ കണക്ഷൻസ് ഒക്കെ വന്ന് നിൽക്കുന്നുണ്ടല്ലേ. ഇത് ഇവിടുത്തെ വാഷ് ഏരിയ ആണ്. ഇപ്പം AAC ബ്ലോക്സിൽ വാട്ടർ അബ്സോർപ്ഷൻ ഒക്കെ എങ്ങനെയാണ്, ബാത്റൂംസിനൊക്കെ പറ്റുമോ എന്നൊക്കെ ചോദിക്കാറുണ്ടല്ലോ സ്വതവേ. ഞാൻ എല്ലാവരോടും പറയാറുണ്ട്, പേഴ്സണലി ചോദിക്കുന്നവരോട്. അപ്പം നിങ്ങളുടെ അറിവിലേക്കായിട്ട് പറയാണ്, നമുക്ക് എല്ലാ രീതിയിലുള്ള ബാത്റൂംസിൻ്റെയോ ഇങ്ങനത്തെ വാഷ് ഏരിയയോ എന്ത് രീതിയിലുള്ള വർക്ക് നമ്മുടെ AAC ബ്ലോക്കിൽ നമുക്ക് ധൈര്യമായിട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇവിടെ ഇതിൻ്റെ ഈ ഏരിയ ഇവിടുത്തെ ഒരു വാഷ് ഏരിയ ആയിട്ടാണ് വരുന്നത്. ഇപ്പോൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് പ്ലംബിങ്ങിൻ്റെ ഒക്കെ വർക്കുകളാണ് ഇവിടെ മൊത്തത്തിൽ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ വർക്കേഴ്സ് ഒക്കെയാണ് ഇപ്പോൾ ഇവിടെ ഉള്ളത്. ഇതിൻ്റെ എക്സാക്ട് ലൊക്കേഷൻ പറയുകയാണെങ്കിൽ കുട്ടനെല്ലൂരിൽ നിന്ന് പടവരാട് ഒല്ലൂർ പോകുന്ന റൂട്ടിൽ നമ്മുടെ സ്പോർട്ട് ട്രക്കർ ടർഫ് ഉണ്ടല്ലോ, അതിൻ്റെ തൊട്ടടുത്തായിട്ടാണ്. ഇപ്പുറത്തെ സൈഡിലാണെങ്കിൽ ശോഭയുടെ പുതിയ അപ്പാർട്ട്മെന്റ്സ് ഒക്കെ വരുന്നുണ്ടല്ലോ, അതിൻ്റെ തൊട്ടടുത്തായിട്ടാണ് ഈ ഒരു സെറ്റപ്പ് വരുന്നത്. ഇത് കംപ്ലീറ്റ്ലി മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ ഒരു എൽ ഷേപ്പിലാണ് വന്നിട്ടുള്ളത്. മൊത്തം ഏരിയ ഒരു 2000 സ്ക്വയർ ഫീറ്റിൻ്റെ അടുത്ത് ഏരിയ ഉണ്ട്. നമ്മളിവിടെ ബ്രിക്സ് ഒരു 3000 എണ്ണത്തോളമാണ് ഇവിടെ നമ്മൾ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇപ്പോൾ നോക്കുകയാണെങ്കിൽ ഓരോ ഇൻഡിവിജ്വൽ ഇപ്പോൾ നിങ്ങൾക്ക് കുറച്ച് പ്രൈവറ്റ് ആയിട്ട് ഒരു സ്പേസ് വേണമെന്നൊക്കെ ഉണ്ടെങ്കിൽ അതിനും കൂടി പറ്റുന്ന രീതിയിലൊക്കെയാണ് ഇവിടെ അറേഞ്ച്മെന്റ്സ് ചെയ്തിട്ടുള്ളത്. നമ്മൾ സ്ട്രക്ചറല്ലേ ആയിട്ടുള്ളൂ. അപ്പോൾ മൊത്തത്തിൽ കഴിയുമ്പോൾ നല്ലൊരു ആംബിയൻസിൽ ഇവിടെ അത്യാവശ്യം സ്പേസ് ഒക്കെ ഉണ്ട്, ലാൻഡ് ഒക്കെ ഉണ്ട്. അപ്പോൾ എങ്ങനെയാണ് വരണേന്നുള്ളത് നമുക്ക് കുറച്ച് നമുക്ക് കാണാം. ഇത് പണി കഴിയുമ്പോൾ നമുക്ക് കാണാം. ഇതുപോലെയുള്ള കെട്ടിടങ്ങളിലേക്ക് AAC ബ്ലോക്സ് ഉപയോഗിക്കുന്നതിന്റെ ഗുണങ്ങൾ ഞാൻ പറഞ്ഞുതരാം കേട്ടോ. ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് ഡെഡ് ലോഡ് കുറയ്ക്കാൻ പറ്റും. ഇപ്പം ഇങ്ങനെ ഒരു കെട്ടിടം പണിയുമ്പോൾ നമ്മൾ ഒരുപാട് വെയിറ്റ് ഉള്ള വെട്ടുകല്ലോ അല്ലെങ്കിൽ ഇവൻ സിമെന്റ് കെട്ടിയോ അങ്ങനത്തെ ഒന്നും എടുക്കേണ്ട ആവശ്യമില്ല. നമുക്ക് മാക്സിമം വെയിറ്റ് കുറച്ച്, അപ്പോൾ പണിയാനും എളുപ്പമാണ്, പണി പെട്ടെന്ന് തന്നെ തീരും. അത് അതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് ആണ്. പിന്നെ ഈ പെട്ടെന്ന് തീരുന്നുള്ളതിന് വേറൊരു റീസണും കൂടി ഉണ്ട്. ഇത് നമ്മൾ പരിക്കനിലല്ല പണിയുക, അതായത് സിമെന്റ് മണൽ മിക്സിലല്ല പണിയുന്നത്. ഇതിനായിട്ടൊരു പേസ്റ്റ് വരുന്നുണ്ട്. അതാവുമ്പോൾ അത് നമുക്ക് അതത് ആവശ്യമുള്ള സമയങ്ങളിൽ വെള്ളത്തിൽ മിക്സ് ചെയ്ത് പേസ്റ്റ് ചെയ്യാം. പിന്നെ അതൊരു അഡ്വാൻറ്റേജ് ആണ്. പിന്നെന്ന് വെച്ചാൽ ഇതിന് വാട്ടർ ക്യൂറിങ് ഇല്ല. നമ്മൾ സാധാരണ സിമെന്റ് ഉപയോഗിച്ച് കെട്ടിക്കഴിഞ്ഞാൽ 4-5 ദിവസം നമ്മൾ നനച്ചു കൊടുക്കണ്ടേ. ഇതിന് അങ്ങനെയില്ല. കെട്ടിക്കഴിഞ്ഞ ഒരു 10-20 മിനിറ്റിനും അകത്ത് ഇത് സെറ്റ് ആവും. അപ്പം അതും ഇപ്പം നിങ്ങൾക്ക് ഇന്ന് കട്ടപ്പണി കഴിയുകയാണെങ്കിൽ നാളെ മുതൽ നിങ്ങൾക്ക് ഇലക്ട്രിക്കലിൻ്റെയോ പ്ലംബിങ്ങിൻ്റെയോ കട്ടിങ് ഒക്കെ നമുക്ക് ഇതുമ്പോൾ ചെയ്യാം. അപ്പം അത്രയും ഫാസ്റ്റ് ആയിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും വർക്ക്, കട്ടയുടെ പണി അല്ലെങ്കിൽ മൊത്തത്തിലുള്ള വർക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും. പിന്നെ ചൂട് കുറവായിരിക്കും. ഇതിൻ്റെ ഉള്ളിൽ ചെറിയ ചെറിയ ഹോൾസാണ് വരുന്നത്, ചെറിയ ചെറിയ എയർ ബബിൾസ് ആണ് വരുന്നത്. കുഞ്ഞു കുഞ്ഞു ഹോളുകളാണ് വരുന്നത്. അതുകൊണ്ട് തന്നെ ഇതിപ്പോൾ ബാക്കി ബ്രിക്സ് ആയിട്ടൊക്കെ കമ്പയർ ചെയ്യുകയാണെങ്കിൽ നല്ല ചൂട് കുറവായിരിക്കും ഈ മെറ്റീരിയലിൻ്റെ അകത്ത്. അപ്പോൾ ഇപ്പോൾ AC ഒക്കെ ഉള്ള ഒരു കെട്ടിടമാണെങ്കിലും നമുക്ക് മാക്സിമം ACയുടെ യൂസേജ് ഒക്കെ കുറയ്ക്കാൻ പറ്റും. അങ്ങനെ ഒരുപാട് ഗുണങ്ങളുണ്ട് ഇതുപോലെയുള്ളൊരു കെട്ടിടം പണിയുമ്പോൾ AAC ബ്ലോക്ക് ചൂസ് ചെയ്യുകയാണെങ്കിൽ. അപ്പം നിങ്ങൾക്ക് ഇതുപോലെ
കട്ട വേണമെന്നുണ്ടെങ്കിൽ ഞങ്ങളെ വിളിക്കാം. ബോസ് ഗ്രീൻ ബിൽഡിംഗ് സൊല്യൂഷൻസ് എന്നാണ് ഞങ്ങളുടെ സ്ഥാപനത്തിൻ്റെ പേര്. നിങ്ങൾക്ക് എവിടെ വേണമെങ്കിലും എത്ര കട്ട വേണമെങ്കിലും നമ്മൾ എത്തിച്ചു തരും. ഇനി അതിൻ്റെ വർക്കേഴ്സ് വേണം, നിങ്ങൾക്ക് അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള എന്ത് കാര്യങ്ങളും ഞങ്ങൾ ചെയ്തു തരുന്നതായിരിക്കും. ഞങ്ങളുടെ സ്ഥാപനം വരുന്നത് തൃശ്ശൂർ തല്ലൂരാണ്. ഡീറ്റെയിൽ ആയിട്ട് ഞങ്ങളെ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഡീറ്റെയിൽസ് എല്ലാം നമ്മൾ പറഞ്ഞുതരാം. ഇതുപോലെ മറ്റൊരു വീഡിയോയിൽ കാണുന്നത് വരെ ബൈ.